വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പല ഭാഗങ്ങളിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൽ നിന്ന് ത്രിപുരയിലേക്കും ആസാമിലേക്കും കലാപം കത്തിപ്പടർന്നുവെങ്കിലും ത്രിപുരയും ആസാമും BJP ഭരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നടപടികളിലൂടെ കലാപം അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കർണാടകയിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വരുന്നത്. കർണാടകയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള കബീർ ഖാന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു. എന്താണ് ആ വീഡിയോയിൽ ഇയാൾ പറയുന്നത്? ഇയാൾ ആ വീഡിയോയിൽ പറയുന്നത് ഹിന്ദുക്കളുടെ വീടുകൾക്ക് തീ വയ്ക്കണം എന്നുള്ളതാണ്. അങ്ങനെ തീ വെച്ച് കുറേ പേരെ നമ്മൾ കൊല്ലണം, ഓരോ ദിവസവും ഇത്രയധികം ആൾക്കാർ മരിക്കണം, എങ്കിൽ മാത്രമേ അവർ വഖഫ് ബില്ല് പിൻവലിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സമുദായങ്ങൾക്കിടയിൽ അക്രമവും വിദ്വേഷവും വളർത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിൽ രോഷവും ആശങ്കയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ അടക്കം ഉയർന്നിരിക്കുന്നത്. ഭേദഗതി ചെയ്ത നിയമത്തെ എതിർക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഖാൻ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രകോപനപരവും അക്രമകരവുമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ഇപ്പോൾ ഇയാളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് കർണാടകയിലെ ദാവൻഖരെ ആസാദ് നഗർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഏപ്രിൽ 8 ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഇയാളുടെ വീഡിയോയിൽ ഭേദഗതി ചെയ്ത വഖഫ് നിയമത്തെ എതിർക്കാൻ കബീർ ഖാൻ ആളുകളെ അക്രമത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നതായി കാണിക്കുന്ന ക്ലിപ്പിൽ പറയുന്നത്, ബസ്സുകളും ട്രെയിനുകളും തീയിടുക അല്ലെങ്കിൽ കത്തിക്കുക, കുറച്ചാളുകൾ ജീവൻ ബലിയർപ്പിക്കട്ടെ, എല്ലാ പട്ടണത്തിലും 8 മുതൽ 10 വരെ മരണങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നു. പോസ്റ്ററുകളിലും നിവേദനങ്ങളിലും നമുക്ക് വിശ്വാസമില്ല, അവ സഹായിക്കുകയുമില്ല, നാശം മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നാണ് ഈ കോൺഗ്രസ് നേതാവ് കർണാടകയിൽ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു കലാപം ഉണ്ടായിരുന്നെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഭാവിയിൽ ഈ കലാപം നടത്തിയത്, ഇപ്പോൾ കോൺഗ്രസ് നേതാവാണ് ഈ കലാപത്തിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നത്, ഭാവിയിൽ ഇങ്ങനൊരു കലാപം തന്നെ ഉണ്ടായിട്ടില്ലെന്നും ഈ കലാപം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിനൊരു പങ്കുമില്ലെന്നും ഇതൊക്കെ RSS ആണ് ചെയ്തത് എന്നും ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഗോത്ര കലാപത്തിൽ എന്താണ് സംഭവിച്ചത്? ഗോത്ര കലാപം ഇവിടെ RSS ആണ് നടത്തിയതെന്നാണ് ഇവിടെയുള്ള സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് പറയുന്നത്, കൂട്ടത്തിന് മാപ്രകളും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ വാർത്ത കേരളത്തിൽ ഒരു വാർത്തയേ അല്ല എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇയാൾ വലിയ രീതിയിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ പൊതുജന പ്രതിഷേധത്തെ തുടർന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ നിരവധി വകുപ്പുകൾ പ്രകാരം പോലീസ് ഇയാൾക്കെതിരെ ശത്രുത വളർത്തൽ, ആക്രമണത്തിന് പ്രേരിപ്പിക്കൽ, സാമുദായിക ഐക്യം തകർക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുത്തു. വീഡിയോ അസ്വസ്ഥത സൃഷ്ടിക്കാനും ക്രമസമാധാനത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്താനും സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.